ഇത്തരം താല്പര്യങ്ങളും ഇത്തരം ഇച്ഛകളും ഇത്തരം ആഗ്രഹങ്ങളും നമ്മളെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ അതെല്ലാം ഏതുവരെ മാത്രമേ ഉള്ളൂ? അതും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹത്താ സുർത്തുമുൽ മഖാബിർ, ഹത്താ സുർത്തുമുൽ മഖാബിർ, അതായത് ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ, ചുടലക്കാടുകൾ സന്ദർശിക്കുന്നത് വരെ. അല്ലെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അവസാന നിമിഷം പിന്നിട്ട് ഏതെങ്കിലും ചില തുണികളിൽ പൊതിഞ്ഞ്, 3 കഷ്ണം തുണികളിൽ പൊതിഞ്ഞ് പള്ളിക്കാടുകളിൽ, ചുടലകളിൽ, അതുപോലെയുള്ള സെമിത്തേരികളിൽ കൊണ്ടുപോയി വെച്ച് തിരിച്ചു പോരുന്നത് വരെയുള്ളൂ സഹോദര സഹോദരി നമ്മുടെ ജീവിതത്തിലെ ഈ സംസാരങ്ങളും, ഈ വലിയ സംസാരങ്ങളും, ഈ പെരുമ നടിക്കലുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ആലോചിക്കേണ്ട ഒരു നിമിഷത്തെക്കുറിച്ച് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു നിമിഷത്തിൽ, അതായത് തനിക്ക്, നമുക്കോരോരുത്തർക്കും അല്ലാഹു തആല നിശ്ചയിച്ച ഒരു നിമിഷമുണ്ട്. അല്ലെ, ആ നിമിഷത്തിൽ നിന്ന് ഒരു സെക്കൻഡ് അങ്ങോട്ട് നമുക്ക് ജീവിതമില്ല. അതുപോലെ തന്നെ അതിനേക്കാൾ ഒരു മിനിറ്റ് മുമ്പ് ഈ ലോകത്തു നിന്ന് വിട പറയുക, അതും നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിന്റെ തീരുമാനം അത്രയും കൃത്യമാണ്. ആ ഒരു നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ നിറഞ്ഞു നിൽക്കും, നന്മകൾ നിറഞ്ഞു നിൽക്കും. നിങ്ങളുടെ എത്ര പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങളെ തിന്മയിലേക്ക് മാടി വിളിക്കുമ്പോഴും അവനോട് നീ ചെയ്യുന്ന തിന്മയിലേക്ക് എന്നെ വിളിക്കരുത്, നീ ചെയ്യുന്നത് തെറ്റാണ്, അത് നീ ചെയ്യാൻ പാടില്ല എന്ന് സ്നേഹത്തോടുകൂടി അവനെ ഉപദേശിക്കും. അതായിരിക്കും നിങ്ങൾ. സുഹൃത്തുക്കളെ, ആ ഒരു നിമിഷത്തെക്കുറിച്ച് നിങ്ങൾ ഇപ്പോഴാലോചിക്കുക. ഏത് നിമിഷത്തിൽ? ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ തന്നെ ആലോചിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ, ആ ഒരു നിമിഷം വന്ന് നമ്മൾ ഈ ലോകത്തു നിന്ന് യാത്രയാകുന്ന ഒരു നിമിഷത്തിലാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നതെങ്കിൽ, തിരിച്ചു വന്ന് ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തെ ഓർത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തു തീർക്കുക സാധ്യമല്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. സർവ്വലോക രക്ഷിതാവായ റഹ്മാനും റഹീമുമായ റബ്ബ് ഏഴാനാകാശത്തു നിന്ന് ജിബ്രീൽ എന്ന മാലാഖയിലൂടെ, മലക്കിലൂടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്ത ഒരു വക്രതയോ എന്തെങ്കിലും രൂപത്തിലുള്ള അബദ്ധങ്ങളോ തെറ്റുകളോ ഇന്നേ വരെ ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഇനി ആ നിമിഷത്തിൽ ചിന്തിക്കുന്നവരോട് അള്ളാഹുവിന്റെ ഒരു വാക്കുണ്ട്, നമ്മൾ അറിയണം. മരണം തന്റെ തൊണ്ടക്കുടിയിലെത്തുന്ന ഒരു നിമിഷം, അല്ലേ? മലക്കുകൾ ഇറങ്ങി വന്ന്, അതുപോലെ തന്നെ മലക്കുൽ മൗത്ത് തന്റെ സമീപത്തിരുന്ന്, ആ സമയത്ത് ഏതൊരുത്തനാണോ മരണത്തെ ആസ്വദിക്കാൻ കാത്തിരിക്കുന്നത് അവൻ ആ സമയത്ത് കാണും മലക്കുകളെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി ആ നിമിഷം ആലോചിക്കുക. അവിടെ ആ ഒരു സമയത്ത് ഓർമ്മ വന്ന് തന്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ക്യാമ്പസിലെ തന്റെ ആദ്യ ദിനം മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ചെയ്തു വെച്ച തിന്മകളുടെ മാറാപ്പാലോചിച്ചപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ വേദനിച്ചിട്ടുണ്ട്, നമ്മുടെ ഹൃദയങ്ങൾ നൊന്തുപോയിട്ടുണ്ട്. ഇനി എന്തു ചെയ്യണം? ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണ് എന്ന് നമ്മൾ ആലോചിക്കുന്നു. അള്ളാഹുവിനോട് പറയുന്നു ആ നിമിഷത്തിൽ, റബ്ബിർജിഊൻ, റബ്ബിർജിഊൻ, രക്ഷിതാവേ ഒന്ന് തിരിച്ചു തരുമോ? അല്പസമയം എനിക്ക് കൊണ്ടാ, എനിക്ക് അല്പസമയം കൂടെ അനുവദിച്ചു തരൂ എന്നാണ്. തിരിച്ച് ഈ ലോകത്ത് വന്ന് എനിക്ക് ചിലത് ചെയ്തു തീർക്കാൻ. അത് തന്റെ എഴുതിവെച്ച പരീക്ഷയുടെ റിസൾട്ട് അല്ല. ആ റിസൾട്ട് വന്ന് ആ ഒരു സർട്ടിഫിക്കറ്റും കയ്യിൽ പിടിച്ച് ഏതെങ്കിലുമൊക്കെ കമ്പനികൾക്ക് മുമ്പിലോ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലുകൾക്ക് മുമ്പിലോ ചെന്ന് അവിടെ ഒരു ജോലി നേടി ആ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് തനിക്കൊരു കുടുംബമായി തന്റെ പ്രിയപ്പെട്ടവരെ പോറ്റി വളർത്തണമെന്നുള്ള ചിന്തയല്ല. അല്ലെങ്കിൽ ഈ ദുനിയാവിൽ നാം നിർവഹിക്കുന്ന ഏതെങ്കിലും, ഈ ലോകത്ത് ഞാനും നിങ്ങളും നിർവഹിക്കുന്ന ഏതെങ്കിലും ഭൗതികമായ സൗകര്യങ്ങൾക്ക് വേണ്ടി അല്ല. മറിച്ച് എന്തിനു വേണ്ടി അറിയും? അവന്റെ വാക്കുകൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ ഉപേക്ഷിച്ച കുറെ നന്മകളുണ്ട് നാഥ. എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ എന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. എന്റെ കണ്ണുകൾ കൊണ്ട്, എന്റെ കാതുകൾ കൊണ്ട്, എന്റെ ഹൃദയങ്ങൾ കൊണ്ട് ഞാൻ ചെയ്ത ഹറാമും വൃത്തികേടുകളും എന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങൾ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു നിമിഷത്തിൽ അവൻ പറയാണ്, ഒന്ന് തിരിച്ചു കൊണ്ടായെന്ന്. അവിടെ പടച്ച തമ്പുരാൻ
റഹ്മാനായ റബ്ബ് നമുക്ക് അവസരം നൽകുമായിരുന്നുവെങ്കിൽ ഒരു പ്രയാസമില്ലായിരുന്നു. അതെ, ഒരു വർഷം കൂടെ നിനക്ക് സ്വീകരിക്കാം എന്ന ഒരു വാഗ്ദാനം നമുക്കവിടെ ലഭിക്കുമായിരുന്നുവെങ്കിൽ പ്രയാസമില്ല, എന്തെങ്കിലും ചെയ്തു കൂട്ടാമായിരുന്നു. പക്ഷേ അവിടെ അള്ളാഹുവിന്റെ വാക്കെന്താരോ, കല്ലാ, വേണ്ട, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ, നിനക്കതിന് അവസരമില്ല. 60 വയസ്സ് നിനക്ക് നൽകി, 28 വയസ്സ് നിനക്ക് നൽകി, അല്ലേ? നിന്റെ ജീവിതത്തിൽ നീ നേടിയ SSLC എക്സാമിന് നിനക്ക് ലഭിച്ച മാർക്ക് കണ്ട്, അതിലെ വിജയം കണ്ട്, അതിലെ A+കളുടെ എണ്ണം കണ്ട് നിന്നെ വാരിപ്പുണർന്ന നിന്റെ മാതാപിതാക്കളുണ്ടായിരുന്നു, നിന്നെ ആശ്ലേഷിച്ച നിന്റെ അധ്യാപകരുണ്ടായിരുന്നു. +2 റിസൾട്ട് വന്നപ്പോൾ എൻട്രൻസ് എഴുതണമെന്നും അതിലൂടെ നിനക്ക് ലഭിക്കാനിരിക്കുന്നത് വലിയ ഉന്നതമായ ജോലിയാണെന്നും പറഞ്ഞ് നിനക്ക് പിന്തുണ നൽകിയവർ, സപ്പോർട്ട് നൽകിയവരുണ്ടായിരുന്നു. നിന്റെ ബുദ്ധി അത്രയും വലിയ ബുദ്ധിയായിരുന്നു, അല്ലെ? ആലോചിക്കുവാനും പഠിക്കുവാനും താൻ പഠിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ പഠിച്ച് പരീക്ഷയിൽ ഉന്നതമായ മാർക്ക് നേടുവാൻ നമ്മുടെ ബുദ്ധി പര്യാപ്തമായിരുന്നു. അതിനുവേണ്ടി ചെലവഴിച്ച സമയങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു ചോദിക്കും, ഇത്ര സമയം തന്നില്ലേ നിനക്ക്, എന്തു ചെയ്തു ഈ ജീവിതം കൊണ്ട്? ഇത്ര സമയം തന്നിട്ട് നീ എന്താ ചെയ്തത് എന്ന് ചോദിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ആ നിമിഷത്തെ ഇന്ന് ഈ ഒരു സെക്കൻഡിൽ നിങ്ങൾ ആലോചിക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ജീവിതത്തിന്റെ സുഖവും സൗകര്യവും ഇതിന്റെ പളമളപ്പും അതുപോലെ തന്നെ ഇതിന്റെ ജാടകളും കണ്ട് അതിൽ വഞ്ചിതരായി പോകാൻ പാടില്ല. ഇത് നിസ്സാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഈ ലോകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ വെള്ളത്തിൽ മുക്കി, അല്ലേ? കടൽ വെള്ളത്തിൽ മുക്കിയിട്ട് ആ വിരലുകളിൽ നിന്ന് ഉച്ചി വീഴുന്ന വെള്ളത്തുള്ളികളെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇതാണ് ഞാൻ കാണുന്ന ദുനിയാവ്, ഇതാണ് ഞാൻ കാണുന്ന ഇഹലോകം. അല്ലേ? ലക്ഷങ്ങളും കോടികളും കൊടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ വാങ്ങിയിട്ടില്ലേ നമ്മൾ? അത് എന്തിനാണ്? ഈ 2 തുള്ളികൾക്ക് വേണ്ടി, അല്ലേ? ജീവിതത്തിൽ മാരകമായ ഒരു രോഗമുണ്ടായ സമയത്ത് കോടികൾ കൊടുത്ത് കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉന്നതമായ ഒരു മെഡിക്കൽ കോളേജിൽ, ഒരു ആശുപത്രിയിൽ ചെന്ന് മാസങ്ങൾ അവിടെ വെന്റിലേറ്ററിൽ കിടന്ന് കോടികൾ അവിടെ കൊടുത്ത് തിരിച്ചു വന്ന ജീവിതം ഏതാണെന്നറിയുമോ? കേവലം 1-2 തുള്ളി മാത്രം നിലനിൽക്കുന്നത്. അതിനപ്പുറത്ത് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകവും സ്വർഗലോകവും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അത് നഷ്ടപ്പെടുത്തിയിട്ടാണോ ഈ ജീവിതത്തിന്റെ ഈ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. സുഹൃത്തെ, ആ നിമിഷം അതിവിദൂരമല്ല, ഒരിക്കലും അതിവിദൂരമല്ല. പലരും കാണാറുള്ളത് അങ്ങനെയാണ്. ഇനിയും എത്ര പ്രായമുണ്ട്, അല്ലേ? തന്റെ ഉപ്പാക്ക് 60 വയസ്സായിട്ടുണ്ട്, എനിക്ക് 23 വയസ്സേ ആയിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ചില ന്യായങ്ങൾ പിശാച് നമ്മളെ ബോധ്യപ്പെടുത്തും. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, നാളെ എന്ത് ചെയ്യുമെന്ന് പറയാൻ നിനക്കാവില്ല. എവിടെ വെച്ച് മലക്കുൽ മൗത്ത് നിന്റെ ആത്മാവിനെ ചെന്ന് പിടിക്കുമെന്ന് പറയാനും നിനക്ക് സാധ്യമല്ല എന്നാണ്, അല്ലേ? എത്ര സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തന്റെ ക്യാമ്പസിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യത്തിനു വേണ്ടി ബൈക്കെടുത്ത് റോട്ടിലേക്ക് ഇറങ്ങിയ നമ്മുടെ സുഹൃത്തുക്കൾ പലരും തിരിച്ചു വന്നിട്ടില്ല, അല്ലേ? എതിരെ വന്ന ഒരു ലോറിക്കടിയിൽ ആ സുഹൃത്ത് തന്റെ ബൈക്കുമായി കൂട്ടിയിടിച്ച് ശരീരത്തിലെ എല്ലുകൾ പോലും അതെല്ലാം പൊടിഞ്ഞു. ആ ഒരു ഇടിയുടെ ആക്സിഡന്റിന്റെ ആഘാതത്തിൽ, അല്ലേ? തലച്ചോറ് പുറത്തോട്ട് തെറിച്ചിരിക്കുന്നു. റോട്ടിൽ നിന്ന് ആ കിട്ടിയ സുഹൃത്തിന്റെ മൊബൈലിൽ അവസാനം വിളിച്ച നമ്പർ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ നമ്പറായിരുന്നു. ഓടിച്ചെന്ന് നോക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ തല പൊട്ടിച്ചിതറി. അതാ തലച്ചോറ് റോട്ടിൽ കിടക്കുന്ന നിമിഷത്തെ നമ്മൾ കണ്ടിട്ടില്ലേ? ആ സുഹൃത്ത് പോയ പോലെ, ആ സുഹൃത്തിന് അനുഭവിക്കേണ്ടി വന്ന പോലെ ഒരു നിമിഷത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? സുഹൃത്ത് യാസർ എന്ന് പറയുന്ന സുഹൃത്ത്, എടവണ്ണയിലെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് രാത്രി പള്ളിയിൽ താമസിച്ച് തന്റെ വീട്ടിലേക്കുള്ള ഒരു യാത്രക്കിടയിൽ ലോറിയുമായി കൂട്ടിയിടിച്ച് സുഹൃത്ത് മരിക്കുകയാണ്. അവസാനം വിളിച്ച നമ്പർ നോക്കുമ്പോൾ തൗഫീഖ് എന്ന് പറയുന്ന നിലമ്പൂരിലുള്ള ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന്റെ കൂടെ താമസിച്ച യാസറിന്റെ അടുത്തേക്ക് ഓടുന്നു. എന്തു പറ്റി എന്നറിയാൻ ചെന്ന് നോക്കുമ്പോൾ ആശുപത്രി വരാന്തയിൽ നിൽക്കുന്ന പോലീസുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ആരാ? ഞാൻ യാസറിന്റെ സുഹൃത്താണ്. യാസറിന്റെ സുഹൃത്താണല്ലേ? എന്നാൽ നിന്റെ യാസറിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് എന്ന് അറിയിക്കാനായിരുന്നു വിളിച്ചത്. എവിടെയാണ് യാസർ എന്ന് പോയി മോർച്ചറിയിലേക്ക് കയറുമ്പോൾ ആ സുഹൃത്തിന്റെ കൈപിടിച്ച് പോലീസുകാരൻ പറഞ്ഞു,
മോനെ, എന്റെ സുഹൃത്ത് യാസർ യാത്രയായി എന്ന് പൊട്ടിക്കരഞ്ഞ് യാസറിന്റെ മുഖത്ത് തുരുതുരാ ഉമ്മകൾ നൽകുമ്പോൾ ആ ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ആ യാസറായി കിടക്കുന്ന ഒരു നിമിഷം വരാനുണ്ട്, ഇല്ലേ? ഈ ആവേശവും അതുപോലെ തന്നെ ഈ സമയത്ത് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ജാഥകളും അതുപോലെ തന്നെ അഹങ്കാരവും എല്ലാം തകർന്നടിയുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്തിലെല്ലാം തീരും. മാരകമായ രോഗങ്ങൾ ബാധിച്ച് ആശുപത്രി കിടക്കയിലേക്ക് കിടക്കുന്നവരെ, അവർക്ക് മുമ്പിൽ ചെന്ന് ആശ്വാസവാക്കുകൾ പറയുന്നവർ ഒരുപക്ഷെ നമ്മളായിരിക്കാം. പക്ഷേ നാം നമ്മുടെ ശരീരത്തിൽ പേറി നടക്കുന്ന മാരകമായ രോഗങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ഓരോ ടെസ്റ്റുകൾ കഴിയുമ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തേതും മൂന്നാമത്തേതും കഴിയുമ്പോൾ പറയുന്നു മാരകമായ അസുഖാണ്, ക്യാൻസറാണ്, അതിന്റെ 4th സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു രോഗം നമ്മളെ പിടികൂടുകയില്ല എന്ന് പറയാൻ കഴിയുമോ സഹോദര, സഹോദരി? പറ. ഈ ജീവിതത്തിൽ എപ്പോഴാണ് ആ രോഗം എന്നെയും നിങ്ങളെയും പിടികൂടാന്ന് പറയാൻ പറ്റുമോ? അത് പിടികൂടി അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചു പോകേണ്ട ഒരു നിമിഷമുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇത് നാളെ ഞാനാണ് നിങ്ങളാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. ഓരോരുത്തരും തിരിച്ചറിയുക ആ നിമിഷത്തിനു വേണ്ടി. ആ നിമിഷം നമ്മളെ കൊണ്ടുചെന്ന് വെക്കാനുള്ളത് ഖബറിലാണ്, 6 അടി മണ്ണിലാണ്. ആ 6 അടി മണ്ണിൽ തന്നെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ച ഒരു കൂട്ടുകാരന് അവിടെ നമ്മുടെ കൈത്താങ്ങായി, അവനെ പിരിഞ്ഞ ഒരു ജീവിതം എനിക്ക് സാധ്യമല്ല എന്ന് പറയാൻ സുഹൃത്തുക്കളെ നമുക്ക് സാധ്യമാണോ? ആ ഖബറിൽ ഒറ്റയ്ക്ക് തന്റെ കൂട്ടുകാരന്റെ കൂടെ കിടക്കേണ്ട ഒരു നിമിഷമുണ്ട്. കൂട്ടുകാരനും ആരും തയ്യാറാകാത്ത ഒരു നിമിഷമുണ്ട്. ആ ഖബറിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയത്, ആ നിമിഷം. എന്നിട്ട് ഇത് ബോധ്യപ്പെടാത്തവരോട് അല്ലാഹു പറഞ്ഞു കല്ലാ സൗഫ തഅലമൂൻ, അറിയും, ബോധ്യപ്പെട്ടുകൊള്ളും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, വേണ്ട, നീ വഴിയെ അറിഞ്ഞുകൊള്ളുമെന്നാണ്. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, നീ അറിയും. എന്ത്? കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. നരകമെന്ന് പറയുന്ന കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ നിമിഷങ്ങളെ നീ അനുഭവിക്കും, നീ അറിയും സുഹൃത്തെ, നീ അറിയുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. നിന്റെ കണ്ണുകൾ കൊണ്ട് ആ നിമിഷത്തെ നീ കാണുന്നു. തലയോട്ടികൾ കരിച്ചു കളയുന്ന ആ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കേ സാധിക്കൂ, മറ്റൊരാൾക്കും അത് സാധ്യമല്ല. അതുകൊണ്ട് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഈ നൈമിഷികമായ ജീവിതത്തിനല്ല. പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം, ആരാണ് അതിക്രമിച്ചവൻ? അവൻ എന്താ ചെയ്തത്? അവന്റെ ഈ ലോകത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചത് എന്നാണ്. അതുകൊണ്ട് അവന് കത്തിച്ചൊലിക്കുന്ന നരകാണ്. അവരിൽ നാം ഉൾപ്പെട്ടിട്ടുണ്ടോ? ആലോചിക്കൂ. ഈ ദുനിയാവിനാണോ ഞാൻ പ്രാധാന്യം നൽകിയത്? ഈ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ ഹൃദയത്തിൽ കൈവച്ച്, നെഞ്ചത്ത് കൈവച്ച് ചോദിക്കൂ, അതിനാണോ? അതല്ല പരിശുദ്ധ ഖുർആൻ മറ്റൊന്ന് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ സ്ഥാനം ഭയപ്പെട്ട് പരലോകത്ത് നാളെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നിന്ന് വിചാരണ നേരിടേണ്ടുന്ന ഒരു നിമിഷം, അത് ആലോചിച്ചിട്ടാണോ നിന്റെ ജീവിതത്തിലെ ഇച്ഛകൾ മാറ്റിവെച്ച് നീ അല്ലാഹുവിനെ ഭയപ്പെട്ടവനാണോ? അങ്ങനെയാണെങ്കിൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, നിനക്കുള്ളത് സ്വർഗ്ഗാണെന്നാണ്. സഹോദരങ്ങളെ, ആ സ്വർഗ്ഗമാണ് എന്റെ താല്പര്യം, നമ്മുടെ ഓരോരുത്തരുടെയും താല്പര്യം. അതുകൊണ്ട് ദേഹേച്ഛകൾ അവസാനിപ്പിച്ച് സുഖ സൗകര്യങ്ങൾ, അതിൽ ജീവിതത്തിന്റെ എല്ലാം അതാണെന്ന് തെറ്റിദ്ധരിച്ച് നഷ്ടപ്പെടുത്താതെ നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കുക. അവസാനത്തെ വചനം, അല്ലാഹു ഈ ജീവിതത്തിൽ നൽകിയ ഓരോ നിമിഷവും എന്താണ് ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു നൽകിയ ആരോഗ്യത്തെ മറക്കണ്ട, അല്ലാഹു നൽകിയ ആയുസ്സിനെ മറക്കണ്ട, അല്ലാഹു നൽകിയ ബുദ്ധിശക്തിയെ ഒരിക്കലും മറക്കണ്ട. ഇതെല്ലാം ചോദ്യം ചെയ്യും. ഓരോ അനുഗ്രഹങ്ങളും ആ നിമിഷവും അതിവിദൂരത്തല്ല, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണെന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു അവസരമായി, അതായത് ജീവിതത്തിന്റെ നന്മകൾ കണ്ടെത്താനും ഇത്രയും കാലം ചെയ്ത പാപക്കറകളെ മായ്ച്ചു കളയുവാനുമുള്ള ഒരു നിമിഷമായി ഈ പ്രോഫ്കോണിനെ നിങ്ങൾ സ്വീകരിക്കുക. ഈ പ്രോഫ്കോൺ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വെളിച്ചം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വിളങ്ങി നിൽക്കും, ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഇതിന്റെ 3 ദിവസം 2.5 ദിവസം പരിപൂർണമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അനവധി മാറ്റങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഖങ്ങളിൽ തെളിഞ്ഞു നിന്ന ആ ഒരു ആത്മാർത്ഥതയും
ആ ഒരു ശാന്തിയും കുറഞ്ഞ മുഖവും അതാണ് സത്യത്തിൽ നൽകുന്നത്. കഴിഞ്ഞകാല പ്രോഫ്കോണുകൾക്ക് കഴിഞ്ഞത് ഇനിയും പ്രോഫ്കോണുകൾക്ക് സാധിക്കും, അല്ലേ? അത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രോഫ്കോൺ കഴിഞ്ഞ് തിരിച്ചു വരുന്ന നിമിഷത്തിൽ പ്രോഫ്കോണിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന കൂട്ടത്തിൽ ഒരു സുഹൃത്ത്, ഒരു അമുസ്ലിം സുഹൃത്തിന് പറയേണ്ടി വന്ന വാക്ക്, ഇതാണ് ഇസ്ലാമെങ്കിൽ, ഇതാണോ ഇസ്ലാം? ഈ ഇസ്ലാം നിങ്ങൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നു, ഈ സ്വർഗവും നരകവും ഉണ്ട്, അല്ലേ? ആ സ്വർഗത്തിലാണ് നിങ്ങൾ എത്തിച്ചേരുക. പക്ഷേ എന്റെ വിശ്വാസം അതല്ല എങ്കിൽ എന്റെ പര്യവസാനം എന്ത് എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് വിദ്യാർത്ഥി മനസ്സുകളിൽ ശക്തമായ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ, ശക്തമായ ആന്തോളനങ്ങൾ സൃഷ്ടിക്കുവാൻ പ്രോഫ്കോണുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു നിമിഷം, ഇന്ന് രാത്രി ഇവിടെ നമ്മൾ താമസിക്കുന്നു. ആ താമസം നേരം പുലരും വരെ നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കണം. നാളെ രാവിലെ മുതൽ നാളെ രാത്രി വരെ അതുപോലെ നമുക്കത് ലഭിക്കണം. സുഹൃത്തെ, ഈ നിമിഷം ഒരു പക്ഷേ അടുത്ത ഒരു പ്രോഫ്കോണിന് ഞാനും നിങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലേ? ആലുവ പ്രോഫ്കോണിന് വേണ്ടി അഞ്ചരക്കണ്ടി കോളേജിൽ നിന്ന് ബസ്സിൽ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന മൻസൂർ എന്ന സുഹൃത്ത്, ആ സുഹൃത്ത് ഇന്ന് നമ്മോടൊപ്പമില്ല. ആലുവ പ്രോഫ്കോണിനിടയിൽ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇതാണോ ഇവിടെ, ഞങ്ങൾക്ക് സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ചില കുട്ടികൾ തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ ഒരു ഇസ്ലാമിക പണ്ഡിതനെ ഇരുത്തി അവരുമായി സംസാരിച്ച് അവർക്കെല്ലാം പകർന്നു നൽകി. അവർ ഇരിക്കാൻ തീരുമാനിച്ചു. അവർ ആ ക്യാമ്പസിന്റെ വെളിച്ചമായി മാറി. ശേഷം പ്രോഫ്കോണുകൾ കഴിഞ്ഞ് പ്രോഫ്കോണുകൾ പിന്നിട്ട ഒരു വേളയിൽ കോട്ടക്കൽ പ്രദേശത്ത് നടന്ന ഒരു ആക്സിഡന്റിൽ ആ സുഹൃത്ത് മരിച്ച് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിൽ കിടക്കുമ്പോൾ ഈ തിരിച്ചു പോകാൻ തീരുമാനിച്ച ആ കുട്ടികൾ അവിടെ വന്ന് അന്ന് ഞങ്ങൾക്ക് ആ ദീൻ പകർന്നു നൽകിയ ആ ഇസ്ലാമിക പണ്ഡിതന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വെളിച്ചമേകിയ മൻസൂർ യാത്രയായി എന്ന്. സുഹൃത്തെ, ആ മൻസൂർ ഇന്നില്ലാത്ത പോലെ അടുത്ത ഒരു പ്രോഫ്കോണിന് തീരുമാനങ്ങൾ എടുക്കാമെന്ന് തീരുമാനിച്ച്, അല്ലെങ്കിൽ പരിപൂർണമായി ഇരിക്കാമെന്ന് തീരുമാനിച്ചാൽ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തുക. ഈ ഒരു നിമിഷത്തെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഈ നിമിഷങ്ങളെ, സെക്കൻഡുകളെ പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.